പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പറവൂരിൽ നടന്ന LDF മണ്ഡലം കൺവെൻഷൻ CPI സംസ്ഥാന കമ്മിറ്റി അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. ഇതിന് മുമ്പൊരു തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ ഇത്രത്തോളം ഈ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ മതേതരത്വം നിലനിൽക്കണം. ഇത് രണ്ടും ഒരമ്മയൊറ്റ ഇരട്ട സഹോദരങ്ങളാണ്, ഒരുമിച്ച് നിൽക്കൂ. അതുകൊണ്ടാണ് അതൊരു പക്ഷേ ആത്മാവിൽ ഉൾക്കൊണ്ട പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്, ജവഹർലാൽ നെഹ്റുവാണ്. കോൺഗ്രസിൽ നിന്ന് പത്മജ BJPയിലേക്ക് പോകുമ്പോൾ ഈ മുരളീധരൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പറയുന്നത് പോലെ പത്മജ കരുണാകരനെ മറന്നതല്ല. പത്മജയും കോൺഗ്രസ്സുകാരും, അതിപ്പോൾ കോൺഗ്രസിൽ നിൽക്കുന്നവരും ഇങ്ങനെ പോകുന്നവരും മറക്കുന്നത് മഹാനായ നെഹ്റുവിനെയാണ്. CPM പറവൂർ ഏരിയ സെക്രട്ടറി TR ബോസ് അധ്യക്ഷനായി. മറ്റ് തെരഞ്ഞെടുപ്പുകളേക്കാൾ വലിയ പ്രാധാന്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൽപ്പിക്കുന്നുണ്ട്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, നമ്മുടെ രാജ്യം വലിയൊരു പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള കക്ഷികളെ അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ ഇടവന്നാൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ അന്ത്യം കുറിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അക്കൂട്ടത്തിലെ മോഡിയുടെ ഒരു ഗ്യാരണ്ടിയാണ്, വീണ്ടും ഞങ്ങൾ വന്നാൽ ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുമെന്നുള്ളത്. അപ്പം അങ്ങനെ വന്ന് ഒരപകടം സംഭവിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. മുൻ മന്ത്രി S. ശർമ്മ, മുൻ MLA P. രാജു, KM ദിനകരൻ, ഡിവിൻ K. ദിനകരൻ, PN സന്തോഷ്, PS. ശൈല, അജിത് കുമാർ, ജേക്കബ് ജോർജ്, ടോബി മാമ്പിള്ളി, KP. വിശ്വനാഥൻ, മുഹമ്മദ് ആലു, MN ശിവദാസൻ, KA. വിദ്യാനന്ദൻ, സ്ഥാനാർത്ഥി KJ ഷൈൻ എന്നിവർ സംസാരിച്ചു. ഒരു സഖാവ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം 100% നിർവഹിക്കാൻ നിങ്ങളുടെ മുന്നിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഉണ്ടാകും. ഡിവിൻ K. ദിനകരൻ ചെയർമാനായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് രൂപം നൽകി. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.